ബിജെപിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ സ്വാതി എസ് കുമാർ ചിലവർക്ക് മകളെന്ന പോലെ ചിലവർക്ക് സഹോദരി എന്ന പോലെ ഞാൻ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നം ഞാൻ ഉറപ്പായിട്ടും പരിഹരിക്കുന്നത്. സ്വാതി എസ് കുമാർ എന്ന ഞാൻ ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നമസ്കാരം. ബിജെപിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ സ്വാതി എസ് കുമാർ ഇടവക്കോട് വാർഡിൽ നിന്നുമാണ് വിജയിച്ചത്. 40 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സ്വാതി എസ് കുമാർ വിജയിച്ചിരുന്നത്. എന്തായാലും സ്വാതി ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. CPMൻ്റെ കോട്ട കൊത്തളമാണ് 40 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സ്വാതി എസ് കുമാർ പൊളിച്ചടുക്കിയത്. അതായത് 40 വർഷമാണ് CPM ഈ വാർഡ് ഭരിച്ചിരുന്നത്. ആ കോട്ടയാണ് 24-കാരിയായ സ്വാതി എസ് കുമാർ 40 വോട്ടിന് വിജയിച്ച് കയറിയത്. എന്തായാലും BJP നേതൃത്വവും നമ്മുടെ തലസ്ഥാനത്തെ ജനങ്ങളും എല്ലാവരും തന്നെ ഏറെ കൗതുകത്തോടു കൂടി ഉറ്റുനോക്കിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സ്വാതി എസ് കുമാർ. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്വാതി മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ആണെങ്കിലും റോഡിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ തെരുവിലെ വിളക്കുകളുടെ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ജനങ്ങളോട് പറഞ്ഞ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിനു മുന്നേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഓരോ ദിവസവും പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരാതികളെല്ലാം അവർക്ക് വേണ്ടിയിട്ടെല്ലാം നിന്നുകൊണ്ട് അവരുടെ ഒരു ചിലവർക്ക് മകളെന്ന പോലെ ചിലവർക്ക് സഹോദരി എന്ന പോലെ ഞാൻ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നം ഞാൻ ഉറപ്പായിട്ടും പരിഹരിക്കുന്നതായിരിക്കും. കല്ലമ്പള്ളി റോഡാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം കുടിവെള്ളം. കാരണം കല്ലമ്പള്ളി റോഡിനെ സംബന്ധിച്ച് റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നിലവിലുണ്ട്. അപ്പം ആദ്യം വെള്ളവും റോഡും ശരിയാക്കണം. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ കാര്യത്തിലും റോഡിൻ്റെ കാര്യത്തിലും എൻ്റെ ജനങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു രേഖ മുൻപേ തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ പോലും ഞാൻ എന്തൊക്കെ വിവരാവകാശം എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രധാനമായി എനിക്കിപ്പോൾ കുടിവെള്ളത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജനങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ചെറിയ പ്രായത്തിലും ഇടവക്കോട് ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് സ്വാതി. കൃത്യമായി നാടിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സ്വാതി പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ വരെ സ്വാതിക്ക് കൃത്യമായി അറിയാമെന്നത് വ്യക്തമാണ്. സ്വാതിയുടെ പ്രതികരണത്തിൽ തന്നെ അത് വ്യക്തവുമാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം. സ്വാതി എസ് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വാസത്തോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.